നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം ഭരിച്ചു, ഇനി അടുത്ത 20 വർഷവും NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി പറയുകയായിരുന്നു മോദി. വികസിത ഭാരതവും ആത്മനിർഭർ ഭാരതവും എന്താണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു. അതിനാൽ തന്നെയാണ് മൂന്നാമതും ജനം അധികാരത്തിലേറ്റിയത്. കഴിഞ്ഞ 10 വർഷം NDA സർക്കാരിന്റേത് ലഘു തുടക്കമായിരുന്നു. എന്നാൽ സർക്കാരിന്റെ സുപ്രധാന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ, മോദി പറഞ്ഞു. ജനങ്ങൾ മൂന്നാം തവണയും NDAക്ക് ജനവിധി നൽകി, പ്രധാനമന്ത്രി ബുധനാഴ്ച രാജ്യസഭയിൽ നടത്തിയ പ്രാരംഭ പരാമർശങ്ങളിൽ പറഞ്ഞു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് വരുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുക എന്നതാണ് NDAയുടെ ജനവിധി കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ വ്യാമോഹത്തിന്റെ രാഷ്ട്രീയം തള്ളിക്കളഞ്ഞെന്നും പ്രചാരണത്തിനേക്കാൾ പ്രകടനത്തിനാണ് മുൻഗണന നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 ടേമുകളിലും തന്റെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെയുള്ള പിന്തുണയും അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിനിടെ നൽകിയ മറുപടിയിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഭരണഘടനയുടെ കരുത്തിലാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ മോദി അടുത്ത 20 വർഷവും തങ്ങളുടേതായിരിക്കുമെന്നും രാജ്യസഭയിൽ തുറന്നടിച്ചു. കോൺഗ്രസിന് 99 സീറ്റ് കിട്ടിയത് 100-ലല്ലെന്നും അത് 543 സീറ്റുകളിൽ നിന്നാണെന്നും പറഞ്ഞു കോൺഗ്രസിന്റെ ആത്മവീര്യം മോദി കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു. 543-ൽ 99 മാർക്ക് കിട്ടിയിട്ട് എല്ലാവർക്കും മധുരം വിളമ്പുന്ന കുട്ടിയെപ്പോലെ മണ്ടത്തരം നിറഞ്ഞ കാര്യമാണ് രാഹുൽ ചെയ്യുന്നതെന്നും മോദി തുറന്നടിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് അടുത്ത 20 വർഷത്തേക്ക് അധികാരത്തിൽ NDA തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മോദി രംഗത്ത് വന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ മർമ്മത്തിൽ കൊള്ളുന്ന പരാമർശങ്ങൾ കേൾക്കാൻ നിൽക്കാതെ നിരാശരായ പ്രതിപക്ഷം ഉടൻ സ്ഥലം വിടുകയായിരുന്നു. BJPക്ക് 1-2 വോട്ട് കുറഞ്ഞു എന്ന ബലത്തിൽ കൂടുതൽ അഹങ്കരിക്കാൻ നിന്ന പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു മോദിയുടെ പ്രസംഗം. രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൂടെ ചേർന്നിട്ടും BJP ഒറ്റയ്ക്ക് നേടിയ സീറ്റിന്റെ എണ്ണം തികയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത്. എന്നിട്ടും ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിലാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഈ തെറ്റിദ്ധാരണ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി തീർത്തു കൊടുക്കുന്ന കാഴ്ചയാണ് ലോക്സഭയിലും രാജ്യസഭയിലും കണ്ടത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.